വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അല്ലാത്തവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾ എന്നെ കേൾക്കുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ ദിവസങ്ങളിൽ ലൂക്കോസിൻ്റെ സുവിശേഷം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ട ചില വിഷയങ്ങളെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 15-ാം അധ്യായം പഠിക്കുമ്പോൾ 3 ഉപമകൾ, മാനസാന്തരത്തെപ്പറ്റി കർത്താവ് പറഞ്ഞ 3 ഉപമകൾ എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു. അപ്പോൾ ആ ഉപമകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഞാനിന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത്. കർത്താവ് അതിനായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വായിക്കാൻ ലൂക്കോസിൻ്റെ വിഷയം 15-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. നിങ്ങളിൽ ഒരുത്തന് 100 ആട് ഉണ്ടായെന്നിരിക്കട്ടെ. അതിലൊന്നിനെ കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടുകിട്ടിയതുകൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പീൻ എന്ന് അവരോട് പറയും. അവിടെ കർത്താവ് പറയുന്ന ഉപമയിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളിൽ ഒരുത്തന് 100 ആട് ഉണ്ടാകുന്നിരിക്കട്ടെ. അതിലൊന്നിനെ കാണാതെ പോയി കഴിഞ്ഞാൽ ആ 100 എണ്ണത്തിനെയും അവിടെ മരുഭൂമിയിൽ ഇട്ടതിന് ശേഷം ആ ഒന്നിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു നല്ല കർത്താവ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ബാക്കി 99 എണ്ണം ഉണ്ടല്ലോ, നല്ല മുഴുത്ത ആടാണ്, നല്ല പാല് കിട്ടുന്ന, എന്നാൽ ഒരെണ്ണം പോട്ടെന്നും പറഞ്ഞ് കളയുന്ന ആളല്ല. ആ ഒരെണ്ണത്തിന് വേണ്ടി തേടി വരുന്ന ഒരു നല്ല ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ആരാണ് ഇവിടെ ഇടയൻ? നമുക്കറിയാം, എബ്രായ ലേഖനം 13-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ എബ്രായ ലേഖനം എഴുതിയ പൗലോസാണെന്ന് പറയുന്നു. പൗലോസാണെങ്കിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ആടുകളുടെ വലിയ ഇടയനാകുന്ന കർത്താവ് യേശുക്രിസ്തു. ആരാണ് ഈ 99 എണ്ണത്തിനെയും വിട്ടേച്ച് ഒന്നിനെ തേടി പോയ ആൾ? അത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശു എന്താ ചെയ്തത്? സ്വർഗത്തിലിരിക്കാതെ ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് ശാപങ്ങളെ ഏറ്റെടുത്ത് ഒരു നല്ല ഇടയനാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ്റെ പ്രത്യേകത നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിക്കൊടുത്തൊരു ദൈവം. അപ്പോൾ നമുക്ക് വേണ്ടി ജീവനെ നൽകി തന്ന ആ നല്ല ഇടയനായ കർത്താവ് നമ്മളെ തേടി ഇറങ്ങി വരികയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആ ഇടയൻ ആ വർണ്ണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്, കാണാതെ പോയതിനെ പറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആടുകൾ കാണാതെ പോകുന്നത്? നമുക്കറിയാം, ഈ ആടുകളുടെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ചില ആടുകൾ വഴി തെറ്റി പോകാറുണ്ട്. ആടുകളുമായി മരുഭൂമിയിൽ കടന്നു പോകുമ്പോൾ വേറെ പല ആടുകളുമായി ചേർന്ന് കൂട്ടം തെറ്റിപ്പോകാറുണ്ട്. ചില ആടുകൾ ചില നാളുകളായി രോഗം ബാധിച്ച് വീണ് കിടക്കാറുണ്ട്. ചില ശത്രുവിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് മുറിവേറ്റ് കിടക്കാറുണ്ട്. അപ്പോൾ ഇടയനറിയാം, ഒന്നുകിൽ അവൻ വഴി തെറ്റിപ്പോകും, അല്ലെങ്കിൽ അവൻ മുറിവേറ്റ് കിടക്കും, അല്ലെങ്കിൽ അവൻ രോഗം ബാധിക്കും. എവിടെങ്കിലും എൻ്റെ ആട് കാണുമെന്ന് ഇടയനറിയാം. അദ്ദേഹം എന്തു ചെയ്തു? ഈ ഒരെണ്ണത്തിനെ തേടി പുറപ്പെടുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ തേടി ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവാണ്. ഈ ദിവസങ്ങൾ നീയും ദൈവമായിട്ടുള്ള ബന്ധം വിട്ട്, ആരാധന വിട്ട്, പ്രാർത്ഥന വിട്ട്, ദൈവസ്നേഹം വിട്ട് ഏതെങ്കിലും വിധത്തിൽ ദൈവമായിട്ടുള്ള സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ തേടി കർത്താവ് കടന്നു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുവാൻ, കഴിഞ്ഞ കാലങ്ങളിലുള്ള ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ, വചന ധ്യാനത്തിലേക്ക് കടന്നു വരുവാൻ, ആ അഭിഷേകത്തിലും ദൈവരൂപത്തിലേക്ക് കടന്നു വരുവാൻ നീ വഴിതെറ്റി പോയെങ്കിൽ നിന്നെ സഹായിപ്പാൻ, നിന്നെ വിടുവിപ്പാൻ ആ കർത്താവ് ഇറങ്ങി അന്വേഷിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നീ ഏതെങ്കിലും രോഗം ബാധിച്ച് എല്ലാവരാലും കൈവിടപ്പെട്ടൊരവസ്ഥയിലാണെങ്കിൽ
നിന്നെ സൗഖ്യമാക്കുവാൻ, നിൻ്റെ മുറിവിൽ എണ്ണ പുരട്ടി നിന്നെ ആശ്വസിപ്പാൻ, നിന്നെ ബലപ്പെടുത്തുവാൻ, നിൻ്റെ ജീവിതം അനുഗ്രഹമാക്കുവാൻ ആ കർത്താവ് കടന്നു വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ഏതെങ്കിലും ശത്രുവിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് നീ മുറിവേറ്റ് കിടക്കുന്നവനാണെങ്കിൽ നിന്നെ വിടുവിപ്പാൻ, നിന്നെ സഹായിപ്പാൻ, നിന്നെ ശക്തീകരിച്ച് നിൻ്റെ ജീവിതം അനുഗ്രഹമുള്ളതാക്കി തീർക്കുവാൻ ആ നല്ല ഇടയനായ കർത്താവ് കടന്നു വരുന്നുണ്ട്. നമ്മൾ തുറന്ന് പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുന്ന കാര്യം, ആ ആടിനെ കണ്ട് കിട്ടിയ ശേഷം ആ ഇടയൻ ആടിനെ എടുത്ത് തോളിൽ വെച്ച് തൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിൽ വന്നതിന് ശേഷമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, സ്നേഹിതന്മാരെ അയലോക്കക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിട്ട് പറയുകയാണ്, എൻ്റെ കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയിരിക്കുന്നു, എന്നോടുകൂടി സന്തോഷിപ്പി. അപ്പോൾ ആ കാണാതെ പോയ ആ ഒരെണ്ണത്തിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരു നല്ല ഇടയൻ നമുക്ക് വേണ്ടിയുണ്ട്. ഈ ലോകത്തിലെ ഇടയന്മാരെ നോക്കിക്കഴിഞ്ഞാൽ ചിലത് മാത്രമേ ഉള്ളൂ ഒന്ന് കാണാതെ പോയാൽ തിരക്കി വരുന്നത്. ഞാനിങ്ങനെ ഈ മെസ്സേജൊക്കെ പറയുന്നത് കൊണ്ട് ചിലയിടങ്ങളിലൊക്കെ എന്നെ സൂമിലൊക്കെ പ്രസംഗിക്കാനൊക്കെ ചില പാസ്റ്റർമാരൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്നെ ഒരുപാട് പേര് എന്നോട്ട് വിളിച്ച് പ്രാർത്ഥന അപേക്ഷിക്കുന്നുണ്ട്. ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ വിഷയങ്ങളെ പ്രാർത്ഥിക്കണേ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേറെ ആരും ഇല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർക്ക് സമയമില്ല, അദ്ദേഹത്തിന് സമയമില്ല, പിന്നെ പള്ളിയിൽ അച്ഛന്മാർക്ക് അവരോട് ഇത് പറയാൻ പറ്റത്തില്ല, അവർ പ്രാർത്ഥന കഴിഞ്ഞാൽ അവരെ പള്ളിയിൽ അവരെ തിരിച്ചങ്ങ് പോത്തേ ഉള്ളൂ, ഞങ്ങളുടെ വിഷയമോ ഞങ്ങളുടെ ഭാരമോ പ്രയാസമോ ഒന്നും ഞങ്ങൾക്കറിയത്തില്ല ബ്രദറെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഈ ലോകത്തിലാർക്കും നമ്മുടെ വിഷയങ്ങളോ നമ്മുടെ ഭാരങ്ങളോ പ്രയാസങ്ങളോ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളൊന്നും ഒരു മനുഷ്യനും അറിയത്തില്ല. എന്നാൽ നമ്മുടെ കർത്താവ്, നല്ല ഇടയനായ കർത്താവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നീ അനുഭവിക്കുന്ന വേദനയും നീ അനുഭവിക്കുന്ന പ്രയാസങ്ങളും നിൻ്റെ മുറിവുകളും നിൻ്റെ ദുഃഖങ്ങളും അറിയുന്ന ഒരു നല്ല ഇടയനായ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നെ എടുത്ത് തോളിൽ വെച്ച് വീട്ടിൽ കൊണ്ടുചെന്ന ശേഷം അയലോക്കാരെ എല്ലാം വിളിച്ചിട്ട് പറയുകയാണ്, വരുവീൻ, എന്നോടുകൂടെ സന്തോഷിപ്പീൻ, ഹല്ലേലൂയ, കാണാതെ പോയ എൻ്റെ ആടിനെ കണ്ടു കിട്ടിയിരിക്കുന്നു, ഹല്ലേലൂയ. എന്നിട്ട് അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുകയാണ്, അങ്ങനെ തന്നെ മാനസാന്തരം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് ഉള്ളതിനാൽ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. സ്വർഗത്തിൽ സന്തോഷമുണ്ടാകുന്നത് നീ മടങ്ങി രക്ഷയിലേക്ക് കടന്നു വരുമ്പോൾ, നീ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. നീ ഏതെങ്കിലും മുറിവേറ്റ് കിടന്ന് നീ സൗഖ്യമായി കഴിഞ്ഞാൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. അല്ലെങ്കിൽ നീ ഏതെങ്കിലും ശത്രുവിൻ്റെ ആക്രമണത്തിൽപ്പെട്ട് അതിൽ മാറി നീ അനുഗ്രഹമാകുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ഈ ദിവസങ്ങളിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന ഒരു നല്ല കർത്താവുണ്ട്, നല്ല ഇടയനായ കർത്താവുണ്ട്. നമുക്ക് വേണ്ടി പാപങ്ങളെ ഏറ്റെടുത്ത് ശാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി വേദനകളെ ചുമന്ന അടിയേറ്റ ഒരു നല്ല കർത്താവുണ്ട്. ഈ ദിവസങ്ങൾ ആ ദൈവം എന്നെ തേടി നിങ്ങളെ തേടി കടന്നു വരുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവസന്നിധി മുട്ടുമടക്കാം. സ്വർഗം സന്തോഷിക്കട്ടെ, ദൈവം സന്തോഷിക്കട്ടെ, എല്ലാവർക്കും അനുഗ്രഹമായി തരട്ടെ. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.